ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എൻട്രി. അപ്പം നമ്മളൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മളെന്താണ് മിഷൻ 100 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതായത് ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മളൊരു 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള, ഇനിയും നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ ചോദിക്കും എന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇനിയും റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. നമ്മൾ 20 പാർട്ടുകളായിട്ട് 100 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലായിരിക്കും നോക്കുന്നുണ്ടാവുക. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്ന് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ പറയുക, ആൻസർ പറയുക എന്നുള്ളതല്ല. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്, അതായത് മിഷൻ 100-ലെ 1/20, അതായത് നമ്മൾ 20 പാർട്ടുകളായിട്ടാണ് ചെയ്തത്. അത് 1/20 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2/20 അല്ലേ. രണ്ടാമത്തെ 20 പാർട്ടിലെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് അടുത്ത 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ ഓംസ് ലോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ മൊഡ്യൂളാട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് 5 ക്വസ്റ്റ്യൻസ് നോക്കിയത് ഫസ്റ്റ് മൊഡ്യൂളിലായിരുന്നു. ദെൻ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ഓരോ മൊഡ്യൂളിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ടായിരിക്കും. നമ്മളൊരു മോഡൽ എക്സാം എന്നുള്ള രീതി തന്നെയാണ് പോകുന്നുണ്ടാവുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. കാരണം നമുക്ക് ആ ഒരു കണ്ടീഷനിൽ പോയിട്ട് ലാസ്റ്റ് വീണ്ടും എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇൻ ഓംസ് ലോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓംസ് ലോ പ്രകാരം കണ്ടീഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓംസ് ലോ നമുക്കറിയാം, ഓംസ് ലോയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. കണ്ടീഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, ഓംസ് ലോയിൽ കുറേ ലോസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള കണ്ടീഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓംസ് ലോ ആണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ കണ്ടീഷൻ എന്താണ് വരുന്നുണ്ടാവുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ടെമ്പറേച്ചർ ഷുഡ് ബി വാരി, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഷുഡ് വാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറന്റ് ഷുഡ് ബി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ ഓഫ് V/I ഷുഡ് ബി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്, ഓംസ് ലോയുടെ കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മളൊരു എക്സാമിന് പഠിക്കുമ്പോഴേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യമാണത്, എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതെന്ന കാര്യം കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഓംസ് ലോ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എന്താ ഓംസ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഓംസ് ലോയ്ക്ക് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഡെഫിനിഷനായിട്ട് ഡെഫിനിഷൻ അല്ലല്ലോ നമുക്ക് വേണ്ടേ അല്ലേ. നമുക്ക് എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് മാത്രം മതി അല്ലേ. എന്താ അതിൻ്റെ കൺസെപ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്, കറന്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് എന്നും, അതേപോലെ തന്നെ കറന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്നും അല്ലേ. ഇതാണ് ഓംസ് ലോയുടെ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. കറന്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് കറന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതല്ല നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. കാരണം കണ്ടീഷനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ ചോദിക്കുമ്പോഴേ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ പറഞ്ഞു പോകുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. എന്താ അതിൻ്റെ കണ്ടീഷൻ പറയാറുള്ളത്, ഡെഫിനിഷൻ പറഞ്ഞു പോകുമ്പോൾ ആദ്യം നമ്മൾ എവിടുന്നാണ് തുടങ്ങാറുള്ളത്, അതായത് ഓംസ് ലോ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുള്ളത് എന്താണ്, ഇൻ എ ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് അല്ലേ. അതായത് ഒരു ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രപ്പോർഷണലും, അതേപോലെ തന്നെ അവിടുത്തെ കറന്റ് എന്ന് പറയുന്നത് അവിടെ ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലുമായിരിക്കും. ഇതാണ് നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതായത് എന്താണ്, ആ സർക്യൂട്ട് എന്തായിരിക്കണം, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറണ്ടിൻ്റെ പാത്ത് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതേപോലെ ഒരു ബാറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബൾബ് ഉണ്ട്, ആ ബൾബ് ത്രൂ വന്നിട്ട് എന്ത് ചെയ്യണം, തിരിച്ച് ഈ ബാറ്ററിയിലേക്ക് എത്തുന്ന രീതിയിലേക്കായിരിക്കണം അല്ലേ. അങ്ങനെ ആകുമ്പോൾ അതായത് ഈ സ്വിച്ച് എന്ത് ചെയ്യണം,
ക്ലോസ്ഡ് കണ്ടീഷൻ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ആ ക്ലോസ്ഡ് സർക്യൂട്ടിനകത്ത് എന്താണ് ആ ഒരു കറണ്ട് ഫ്ലോ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷൻ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും അല്ലേ. ദെൻ ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചുള്ളത്, അതിന്റെ കണ്ടീഷൻ ചോദിക്കുമ്പോൾ ടെമ്പറേച്ചർ ഷുഡ് വാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്നും പറഞ്ഞു അല്ലേ. രണ്ട് കണ്ടീഷനല്ല നമ്മൾ പറഞ്ഞത്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ പറയുന്നത് ടെമ്പറേച്ചർ ഷുഡ് വാരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ടെമ്പറേച്ചർ ഷുഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറന്റ് ഷുഡ് ബി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ ഓഫ് വി ബാർ ഐ ഷുഡ് ബി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരുന്നുണ്ടായിരിക്കാം, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചറിൽ എന്തുണ്ടാവാൻ പാടില്ല, ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് വരുന്നത് അല്ലേ. ടെമ്പറേച്ചർ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിട്ട് ആയിരിക്കണം വരേണ്ടത് കേട്ടോ. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഓംസ് ലോയുടെ ഒരു കണ്ടീഷൻ. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഓംസ് ലോയുടെ കൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, വോൾട്ടേജ് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് എന്നും അതേപോലെ തന്നെ കറന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇത് കഴിഞ്ഞ് അതിനൊരു ലിമിറ്റേഷൻസും ഉണ്ട്. അതായത് ഓംസ് ലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉണ്ട്. എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്, നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, വാക്വം ട്യൂബ് പോലെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് ലീനിയർ അല്ലാത്ത നോൺ ലീനിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഓംസ് ലോ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് പ്രധാനമായിട്ടും അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്നുള്ളതും കൺസെപ്റ്റ് എന്താണെന്നുള്ളതും ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഓംസ് ലോയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കുക, ഇതേപോലെ ലീനിയർ കർവാണ് നമുക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ. അതും നമുക്ക് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഓംസ് ലോ റിലേറ്റഡ് ആയത് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് നമുക്ക് പറയാനുള്ളത്. അതായത് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓംസ് ലോയുടെ കണ്ടീഷനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദ ടെമ്പറേച്ചർ ഷുഡ് ബി റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് വരിക അല്ലേ. ടെമ്പറേച്ചറിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചറിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചറിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. അവിടെ എന്താ പഠിച്ചുള്ളത്, അവിടെ ഒരു മെറ്റൽ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നുണ്ടാവുക. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് കൂടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഓംസ് ലോയുടെ പ്രപ്പോർഷണാലിറ്റി ചേഞ്ച് വരും. കാരണം നമ്മളപ്പോൾ എപ്പോഴും കാരണം ആ ഒരു ഓംസ് ലോയുടെ പ്രപ്പോർഷണാലിറ്റി ചേഞ്ച് വന്നു പറഞ്ഞാൽ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോഴേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ കറണ്ടും ആ ഒരു വോൾട്ടേജും ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യും, മാറിപ്പോ കേട്ടോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ എന്താവണം എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് ആവണം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി പഠിച്ചു വെക്കണം. കാരണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അല്ലേ, ഒരു ITI ലെവൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒരു മേ ബി ഒരു നല്ല ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവാതെയും വരാറുണ്ട്. ഇപ്പോൾ ഒരു മിനിമം ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ തൊട്ട് തുടങ്ങുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് വെക്കണം അല്ലേ. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് വൺ വിച്ച് ആർ റിലേറ്റഡ് ടു ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രകാരം, ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചുള്ളത്, വിച്ച് ആർ റിലേറ്റഡ് ടു ലോസ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ. ലോസ് ഓഫ് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ലോസ് ഓഫ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വായിച്ചു നോക്കാം. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പൊ ലോസ് ഓഫ് റെസിസ്റ്റൻസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആണോ നോക്കാൻ പാടുള്ളൂ. എല്ലാ സ്റ്റേറ്റ്മെന്റും നമുക്ക് കറക്റ്റ് ആവില്ല. ലോസ് ഓഫ് റെസിസ്റ്റൻസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ട് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മൂന്നാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്,
റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അതായത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നാച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, റോ എന്നാണ് പറയുന്നുണ്ടാവുക. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവും അല്ലേ. എന്താ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് എന്താണ്, ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി അല്ലേ. അതായത് ഒരു മെറ്റീരിയലിനെ ഒരു മീറ്റർ ക്യൂബ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ ക്യൂബിൽ എടുത്ത് ആ ക്യൂബിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആയിട്ട് പറയുന്നത് കേട്ടോ. ആ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടാവുന്ന റെസിസ്റ്റൻസ്, അതിന്റെ ഒരു കോൺസ്റ്റന്റ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ കോപ്പറിന് ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും, ദെൻ അലുമിനിയത്തിന് വേറെ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കും. 1.72 × 10⁻⁻8 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. ഏതാണ് കോപ്പറിന്റെ കൺസെപ്റ്റില്. അലുമിനിയക്കാണെങ്കിൽ 2.82 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ആ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ് അല്ലേ. ഓം മീറ്റർ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയാറുള്ളത്. അതും നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എന്താണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നുണ്ടാവുക. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ മൂന്നാമത്തെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിപ്പെൻഡ്സ് ഓഫ് ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് അതും കറക്റ്റ് ആയിട്ട് വന്നുള്ളതാണ്. നാലാമത് വരുന്ന എന്താണ്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ് ശരിക്കും കേട്ടോ. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ എന്ന് പറയാം. അതും നമുക്ക് ലോസ് ഓഫ് റെസിസ്റ്റൻസിൽ പറയാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിന് ആൻസർ ഏതാ കിട്ടുന്നുണ്ടായിരിക്കുക, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. 1, 2 and 3 എന്ന് പറയുന്നതാണ് നമുക്ക് ആൻസർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവും അല്ലേ. ആ ഒരു ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ. എന്താണ് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ള ക്ലിയർ ആയല്ലോ അല്ലേ. സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, ക്ലിയർ ആണോ നോക്കുക, ആണെങ്കിൽ ആൻസർ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. അപ്പോൾ ഇത് ബേസ് ആയിട്ട് ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളെ PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് ഒരു മാച്ച് ദ ഫോളോയിങ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മാച്ച് ദ ഫോളോയിങ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് വിത്ത് ദെയർ ഇലക്ട്രോലൈറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഇലക്ട്രോ കെമിക്കൽ സെൽസും പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോലൈറ്റുകളും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലൈറ്റുകളും തമ്മിൽ മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്, കാർബൺ സിങ്ക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് അതായത് ഇതാണ് ലിസ്റ്റ് 1 എന്ന് പറയുന്നത് കേട്ടോ. ലിസ്റ്റ് 1 എന്ന് പറയുന്നത്. ദെൻ ഇതാണ് ലിസ്റ്റ് 2 ആയിട്ട് എടുത്തുള്ളത്. ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യാൻ നമ്മൾ ചേരുമ്പടി ചേർക്കുക അല്ലെ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലേ. കാർബൺ സിങ്ക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, മെർക്കുറി സെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലെഡ് ആസിഡ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാർബൺ സിങ്ക് സെല്ല്, മെർക്കുറി സെല്ല്, ലെഡ് ആസിഡ് സെല്ല്. അതായത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പെട്ടെന്നൊരു അറിയുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമ്മളെ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് അല്ലേ. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ഏതാ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മൂന്നാമത്തെ നമുക്ക് എന്താണ്, 2 ആൻസർ ആയിട്ട് കിട്ടിയത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിയും ഡിയും ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കാം അല്ലേ. ഇനി കാർബൺ സിങ്ക് സെല്ലുണ്ട്, മെർക്കുറി സെല്ലും ഉണ്ട് അല്ലേ. കാർബൺ സിങ്ക് സെല്ല്, മെർക്കുറി സെല്ലാണ് നമുക്ക് എന്ത് ചെയ്യാം ഇനി വരുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം കാർബൺ സിങ്ക് സെൽ എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ് അതിന്റെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലേ. കാർബൺ സിങ്ക് സെല്ലിന്റെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യാറുള്ളത്, അമോണിയം ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യാറുള്ളത്, നമ്മൾ ഡൈലൂട്ട് ചെയ്തുള്ള സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ കാർബൺ സിങ്ക് സെല്ലിന്റെ അമോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ അറിയാം അല്ലേ, മെർക്കുറി സെല്ലാണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഇനി നമ്മൾ ആൻസർ നോക്കുക. ആൻസറിൽ ഒന്നാമത്തത് ഏതാ വരുന്നത്, 1 തന്നെയാണ് വരുന്നത് അല്ലേ. 1 വരുന്നത്. ദെൻ അടുത്തെന്താണ്, രണ്ടാമത്തെ വരുന്നത് ഏതാണ്, 2 എന്ന് പറയുന്നത് പൊട്ടാസ്യം 2, 3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 1, 1, 2, 3. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, മൂന്നാമത്തെ ഏതാ വരുന്നുണ്ടായിരിക്കുക, 2 ആണ് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ 2 ആണ് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഏതാണ്, സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നുണ്ടായിരിക്കുക. അതായത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ
സെല്ല് പഠിക്കുന്ന സമയത്തും അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഓരോ സെല്ലിനും നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഒപ്പം അതിൻ്റെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ടെർമിനൽ വോൾട്ടേജ് എത്രയാണ് വരുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നുണ്ടായിരിക്കും, ഇപ്പോൾ കാർബൺ സിങ്ക് സെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര വരുന്നുണ്ടാവുക, കാർബൺ സിങ്ക് സെല്ലിന് 1.5 ആണ് അതിൻ്റെ വോൾട്ടേജ് വരുന്നുണ്ടാവുക അല്ലേ, 1.5 വോൾട്ടേജ് ആണ് വരുന്നുണ്ടാവുക. മെർക്കുറി സെല്ലാണെങ്കിൽ 1.35 അല്ലെങ്കിൽ 1.3 എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് വോൾട്ടേജ് ആയിട്ട് പറയാറുള്ളത്. ദെൻ ലെഡ് ആസിഡ് സെൽ ആണെങ്കിൽ 2.1 ആണ് എന്ത് ചെയ്യുക അതിൻ്റെ വോൾട്ടേജ്. ഇതൊക്കെ ഓരോ സെല്ലിന് വരുന്ന വോൾട്ടേജും കൺസെപ്റ്റ് ആണ് കേട്ടോ. അതും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഈ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അതിനകത്ത് പഠിച്ചു വെക്കുക. പിന്നെ അതിനകത്ത് വരുന്ന പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഈ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും അതേപോലെ തന്നെ ഈ ഇലക്ട്രോലൈറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു രണ്ടാമത്തെ ടേബിളിൽ ഇലക്ട്രോലൈറ്റ് ആയിരുന്നു അല്ലേ, ഇലക്ട്രോലൈറ്റും കൂടി കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക്റ്റീവ് മെറ്റീരിയൽസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ആക്റ്റീവ് മെറ്റീരിയൽസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ദ ബാറ്ററി ഈസ് കോൾഡ് വെൻ ദ ബാറ്ററി ഈസ് ചാർജ്ഡ് അറ്റ് വെരി ലോ റേറ്റ് എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ. അതായത് ഏതാണ് നമ്മൾ മെത്തേഡ് ഓഫ് ചാർജിങ് ബാറ്ററി കോൾഡ് വെൻ ബാറ്ററി ഈസ് ചാർജ്ഡ് അറ്റ് വെരി ലോ റേറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ബാറ്ററി ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ആംബിയർ ഹവർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നുണ്ടാവും അല്ലേ. ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ആംബിയർ ഹവർ, അതാണ് നമ്മൾ കപ്പാസിറ്റി ആയിട്ടാണ് പറയാറുള്ളത്, ആംബിയർ ഹവർ എന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബാറ്ററി ചാർജ്ഡ് അറ്റ് വെരി ലോ റേറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് എന്ത് ചെയ്യാണ്, ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കുറച്ചിട്ട് ചാർജ് ചെയ്യുക എന്ന് പറയുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പോൾ കറണ്ട് കുറയ്ക്കുക എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു 100 AH ബാറ്ററി ആണെന്ന് കരുതാം. 100 AH ബാറ്ററി ആണ് കരുതുക. ഈ 100 AH ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇവിടെ AH എന്ന് പറഞ്ഞാൽ ആംബിയർ അവർ ആണല്ലോ അല്ലേ. നമുക്കൊരു 100 ആംബിയർ കൊടുത്തിട്ട് 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ. 100 ആംബിയർ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതേ ബാറ്ററി തന്നെ ഒരു 10 ആംബിയർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ. ഐഡിയലായിട്ട് നമ്മൾ പറയുമ്പോൾ 10 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം. ഇതേ ബാറ്ററിക്ക് ഞാൻ 1 ആംബിയർ കറണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ 100 മണിക്കൂർ കൊണ്ടാണ് എനിക്ക് ആ ബാറ്ററി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെന്ത് ചാർജ് ചെയ്യുന്നത് വെരി ലോ റേറ്റിലാണ് ചാർജ് ചെയ്യുന്നത്. വെരി ലോ റേറ്റിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ടൈം ഹൈ ആയിട്ടായിരിക്കും, ടൈം വളരെ കൂടുതലായിട്ട് ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജിങ് മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചാർജിങ് മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ട്രിക്കിൾ ചാർജ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ട്രിക്കിൾ ചാർജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ 100 ആംബിയർ കൊടുത്ത് 1 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം കൊണ്ട് ചാർജ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ബൂസ്റ്റ് ചാർജിങ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ അല്ല, ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ബൂസ്റ്റ് ചാർജിങ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് എന്ത് ചെയ്യാണ്, ഒരു വളരെ കൂടുതലായിട്ടുള്ള ഒരു കറണ്ട് കൊടുത്ത്, റേറ്റ് ഓഫ് കറണ്ട് കൂടുതലാക്കി കൊടുത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചാർജ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ബൂസ്റ്റ് ചാർജിങ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ട്രിക്കിൾ ചാർജിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് സമയം എടുത്തിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ ചാർജ് ചെയ്യുന്നതിനാണ് ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഷോർട്ട് ടൈമിനുള്ളിൽ എന്ത് ചെയ്യാണ്, ഒരുപാട് കറണ്ട് കൊടുത്തിട്ട് ചാർജ് ചെയ്യുന്ന മെത്തേഡിനാണ്, കൂടുതൽ കറണ്ട് കൊടുത്ത് ചാർജ് ചെയ്യുന്ന മെത്തേഡിനാണ് ബൂസ്റ്റ് ചാർജിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കറക്റ്റ് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് ദ ബിലോ സർക്യൂട്ട് ഈസ് എന്നാണ് ചോദിച്ചുള്ളത് കേട്ടോ. അതായത് നമുക്കൊരു സർക്യൂട്ട് അവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് വോൾട്ടേജ് ഇക്വേഷൻ നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു സർക്യൂട്ട് അവിടെ നമുക്ക് തന്നിട്ട് അതിൻ്റെ കറക്റ്റ് വോൾട്ടേജ് ഇക്വേഷൻ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ട ലോ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ലോ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു വോൾട്ടേജ് നമുക്ക് തന്നിട്ട് അതിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട ലോ എന്ന് പറയുന്നത് KVL ആണ് അല്ലേ. KVL എന്ന് പറഞ്ഞാൽ എന്താണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് വരിക അല്ലേ. ആ ഒരു കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുക, സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നുണ്ടായിരിക്കാം, സാധാരണ ഒരു KVL ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കുക. അത് നമുക്ക് ഏതെങ്കിലും ഒരു പവർ സപ്ലൈ അല്ലേ, ഏതെങ്കിലും ഒരു പവർ സപ്ലൈ എടുത്താൽ മതി. ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത് V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും V3 ആൻഡ് V4 ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ V1 ആൻഡ് V2 ഉണ്ട്. അതായത് നോക്കുമ്പോൾ V3യും V4ഉം എന്താണ്, പവർ സപ്ലൈ സോഴ്സുകളാണ്. V1 ആണെങ്കിലും V2 ആണെങ്കിലും അതെന്താണ്, ഒരു റെസിസ്റ്റർ ആണ് കാണിച്ചിട്ടുള്ളത്, അതായത് ലോഡ് എന്നുള്ള കൺസെപ്റ്റിലാണ് എടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ദെൻ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിനകത്ത് ഒരു
കറണ്ട് ഫ്ലോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു കറണ്ട് ഫ്ലോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം അല്ലേ. അപ്പോൾ ഞാൻ ഈ കറണ്ട് ഫ്ലോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ എടുത്തു. ഐ എന്ന കറണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്തു മാർക്ക് ചെയ്തു. ഐ എന്ന് പറയുന്ന കറണ്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ആ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് V3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറണ്ട് എവിടെ തിരിച്ചെത്തുന്നുണ്ടായിരിക്കാം V3യിൽ തന്നെ തിരിച്ചെത്തുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തുള്ളത് അല്ലേ. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കറണ്ട് ഫ്ലോ ഈ ഒരു ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് V3യിലൂടെ മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? V3യിലൂടെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക നെഗറ്റീവ് ടു പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു സപ്ലൈ ആണ് അവിടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് സപ്ലൈ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ വരുന്നുണ്ടായിരിക്കുക? അത് പോസിറ്റീവ് ആയിട്ടാണ് വരുന്നുണ്ടായിരിക്കുക കേട്ടോ. അത് സപ്ലൈ എന്ന് പറയുന്നത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എന്നായിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് പോസിറ്റീവ് ആയിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? V3 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. V3 നമ്മൾ എടുത്ത് എഴുതി അല്ലേ. അങ്ങനെ നമ്മൾ എടുത്ത് കേട്ടോ. KVL എഴുതുമ്പോൾ നമുക്ക് എന്താ KVL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയാൻ പറ്റുമോ അല്ലേ. എന്താ KVL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് അവിടെ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജും ഈക്വൽ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അതുപോലെ തന്നെ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജും തമ്മിൽ ഒരു ഓൾജിബ്രിക് സം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് KVLനകത്ത് പറയുന്നത് അല്ലേ. KVLന്റെ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് V3 കിട്ടി. ദെൻ V3 കിട്ടി. അടുത്തതിൽ എന്താണ് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ വരുന്നത് കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നേരെ തിരിച്ച് നെഗറ്റീവ് ആണ് എന്ത് ചെയ്യുക കിട്ടുന്നുണ്ടായിരിക്കും. കാരണം അവിടെ ഒരു ലോഡ് എന്ന് പറയുന്നത് എന്താണ് അത് എങ്ങനെ വരുന്നുണ്ടായിരിക്കുക ലോസ് ചെയ്യുന്നു അല്ലേ. അതായത് നമുക്ക് അവിടെ ഒരു യൂസ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് വരുന്നുണ്ടാവുക. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാണ് -V1 എന്നാണ് കിട്ടുന്നുണ്ടാവുക കേട്ടോ. -V1 എന്നാണ് കിട്ടുന്നുണ്ടാവുക. ദെൻ വീണ്ടും പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ആരോ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആരോ മാർക്ക് ഉണ്ടാവുക. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം പോസിറ്റീവ് എന്നുള്ള രീതിയിൽ V4 എന്ന് എടുക്കാം അല്ലേ. ദെൻ വീണ്ടും എന്ത് ചെയ്യാണ് ഇവിടെ നിന്ന് ആരോ മാർക്ക് ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. അതായത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് വരുന്നുണ്ടാവുക. വീണ്ടും അത് ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ള രീതി നമുക്ക് എന്ത് ചെയ്യാം V2 എന്ന് എടുക്കാം ഈക്വൽ ടു 0. ഇതാണ് നമ്മളെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് നേർക്കാക്കി എഴുതിയാൽ മതി. കാരണം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒക്കെ മനസ്സിലാക്കും V3 ആണ് എല്ലാ സ്ഥലത്തും ഫസ്റ്റ് വന്നത്. V3 ആൻഡ് V4 ആണ് ഫസ്റ്റ് വന്നുള്ളത് അല്ലേ. അപ്പോൾ V3 V4 ഒരു സൈഡിലും V1 V2 നമ്മൾ എന്ത് ചെയ്താൽ മതി ഓപ്പോസിറ്റ് സൈഡിലും എത്തിയാൽ മതി. അതായത് ഇവിടെ V3യും ഇവിടെ V4 ഉണ്ട്. അപ്പോൾ ആ V4ഉം കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ V3 + V4 ഈസ് ഈക്വൽ ടു കാരണം പ്ലസ് ആണ് നമുക്ക് വരിക അല്ലേ. ഇത് രണ്ടും നമ്മൾ ഓപ്പോസിറ്റിലേക്ക് എടുക്കുമ്പോൾ V1 + V2 എന്നുള്ളതാണ് നമുക്ക് വരുന്നുണ്ടാവുക. അതായത് V3 + V4 ഈസ് ഈക്വൽ ടു V1 + V2 എന്നാണ് കിട്ടുന്നുണ്ടാവുക. അതായത് ഓപ്ഷൻ ഏതാണ്? C ആണ് നമുക്ക് ആൻസർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവുക അല്ലേ. C ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ എടുത്താൽ മതി. പവർ നഷ്ടപ്പെടുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് എടുക്കുക. ഇനിയിപ്പോൾ അവിടെ ആ ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം ശരിക്കും പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പവർ ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവായിട്ട് എടുക്കുക. ദെൻ ഇൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് പവർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ആ ഒരു ഡയറക്ഷൻ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ പോസിറ്റീവ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു റിലേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് അവിടെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് നോക്കണം. പ്രോബ്ലത്തിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഓപ്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ കിർച്ചോഫ് ലോ വോൾട്ടേജ് ലോ അനുസരിച്ചുള്ള പ്രോബ്ലം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആട്ടോ. അത് ആ ഒരു ഡയറക്ഷൻ എങ്ങനെ കൺസിഡർ ചെയ്യുന്നത് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക കേട്ടോ. പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ അതായത് നമ്മളെ 3ാമത്തെ സെഷനുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.